What's happening people, this is Kochi Machan and welcome back to another safety weekend. അപ്പോൾ കേരളത്തിൻ്റെ സിറ്റുവേഷൻ ഭയങ്കര മോശമായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സേഫ് ആയിരിക്കുക, മാക്സിമം എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുക, മാക്സിമം സേഫ് ആയിരിക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഹെൽമെറ്റിനെ പറ്റിയാണ്. ഹെൽമെറ്റിൻ്റെ ബ്രാൻഡ് എന്ന് പറയുമ്പോൾ ബിൽമോൾ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. അപ്പോൾ ബിൽമോളുടെ വേറൊരു അടിപൊളി ഹെൽമെറ്റും കൂടെ കിട്ടിയിട്ടുണ്ട്, 2 ഹെൽമെറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന മോഡുലാർ ഹെൽമെറ്റ്, അതായത് കൺവെർട്ടബിൾ ഹെൽമെറ്റിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ ബിൽമോളോട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബിൽമോളുടെ ഹെൽമെറ്റ് കണ്ടോ. ബിൽമോളുടെ ഒരു ഓറഞ്ച് ആൻഡ് ഗ്രേ കളറിലെ ഒരു ബോക്സിലാണ് വന്നേക്കണേ. അപ്പോൾ ഇന്ന് നമ്മുടെ ഹെൽമെറ്റിൻ്റെ മോഡലിൻ്റെ പേര് എക്സ്പ്ലോറർ എന്നാണ്, അല്ലെ ബ്ലാക്ക് ആൻഡ് സൈസ് S ആണ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 11,100 ആണ്. മോഡുലാർ ഹെൽമെറ്റ് ആണ്, അതായത് ഞാൻ കൂടുതൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. കൺവെർട്ടബിൾ ഹെൽമെറ്റ് എന്ന് നമ്മൾ കുറേ പേര് പറയും. അപ്പോൾ ഞാൻ ഹെൽമെറ്റ് ജസ്റ്റ് പുറത്തേക്ക് കാണിച്ചു തരാം. ഇതും ഒരു ക്ലോത്ത് ബാഗിൽ തന്നെ ബിൽമോൾ എന്നൊക്കെ ഇതിൻ്റെ ബ്ലാക്ക് കളർ ക്ലോത്ത് ബാഗാണ്. ഹെൽമെറ്റ് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, നോർമൽ ഹെൽമെറ്റിനെക്കാട്ടും നമുക്ക് ഒരു വെയിറ്റ് ഫീൽ ചെയ്യും ഇതിന്, ബിക്കോസ് ഇതൊരു മോഡുലാർ ഹെൽമെറ്റ് ആണ്. അപ്പോൾ ഈ മോഡുലാർ ഹെൽമെറ്റ് അല്ലെങ്കിൽ കൺവെർട്ടബിൾ ഹെൽമെറ്റ് എന്താണെന്ന് അറിയില്ലാത്തവർക്ക് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ കൺവെർട്ടബിൾ അല്ലെങ്കിൽ മോഡുലാർ ഹെൽമെറ്റ്. നമുക്ക് ഇങ്ങനത്തെ ഫ്രണ്ടിലത്തെ പോർഷൻ നമുക്ക് പൊക്കിയും താത്തിയും വെക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം എന്തെങ്കിലും കഴിക്കാൻ അല്ലെങ്കിൽ കുടിക്കാനായാലും നമുക്ക് ഫുൾ ഹെൽമെറ്റ് എപ്പോഴും ഊരേണ്ട ആവശ്യമില്ല, ഹെൽമെറ്റ് തന്നെ ഉണ്ടാവും. ഈ ഫ്രണ്ട് ബാഗ് നമുക്ക് ഇങ്ങനെ പൊക്കിയും താത്തയും ചെയ്യാം. പിന്നെ ഇതിന് സൺവൈസറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം ഒരു 1650 ഗ്രാംസ് ഉണ്ട്. അപ്പോൾ അത്യാവശ്യം വെയിറ്റുള്ള ഹെൽമെറ്റാണ്. കാര്യം ഇങ്ങനത്തെ ഒരു മെക്കാനിസം ഉള്ളതുകൊണ്ട് കൂടുതലും കുറച്ച് വെയിറ്റ് ഉണ്ടാവും. പിന്നെ നമുക്ക് വെയിറ്റ് കുറവുള്ളതൊക്കെ വേണമെങ്കിൽ പിന്നെ കാർബൺ ഫൈബർ ഷെല്ലിലേക്ക് വേണം, അതിനൊക്കെ നല്ല റേറ്റ് ആവും. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ എനിക്ക് തോന്നുന്നു മോഡുലാർ ഹെൽമെറ്റിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വെയിറ്റ് ഉള്ള ഒരു ഹെൽമെറ്റ് തന്നെയാണ്. ഷേപ്പ് നമ്മുടെ ബിൽമോളുള്ള ഹെൽമെറ്റ്സ് ഓൾമോസ്റ്റ് എല്ലാം ഏകദേശം ഈ ഷേപ്പ് തന്നെയാണ്. കുറച്ച് വെന്റിലേഷൻസിലും കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ഹെൽമെറ്റിൻ്റെ കുറച്ച് ക്ലോസർ ലുക്കിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെൽമെറ്റിൻ്റെ കുറച്ചുകൂടെ ക്ലോസർ ആയിട്ടുള്ള ലുക്ക്. ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ഫ്രണ്ടിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു വെന്റിലേഷൻ ഉണ്ട്, അത്യാവശ്യം ചെറുതാണ്. ബട്ട് ഞാൻ പറയട്ടെ, എപ്പോഴും ഓൾമോസ്റ്റ് ഇത് ഓടിക്കുന്നവരെല്ലാവരും ഒന്നെങ്കിൽ വൈസർ പൊക്കി അല്ലെങ്കിൽ ഫുൾ ഓപ്പൺ ആയിട്ടായിരിക്കും. അപ്പോൾ അത്യാവശ്യം ഇവിടെയും ഒരു വെന്റിലേഷൻ ഉണ്ട്. പിന്നെ നമുക്ക് മേൽഭാഗത്ത് ഇവിടെയും ഒരു വെന്റിലേഷൻ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം എയർ ഫ്ലോ നമുക്ക് കിട്ടും. പിന്നെ അത്രയും വെന്റിലേഷൻ കുറവാന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വെക്കാം. ഇത് കൂടുതലും അഡ്വഞ്ചർ ബൈക്സിലാണ് ഈ ഹെൽമെറ്റ്സ് ഉപയോഗിക്കണം, അല്ലെങ്കിൽ ലോങ് റൈഡ്സ് പോണേ ഫാസ്റ്റ് ബൈക്സിലോ അല്ലെങ്കിൽ സ്പോർട്സ് ബൈക്കിലൊന്നും ഈ ഹെൽമെറ്റ് ഉപയോഗിക്കണം അത്ര അടിപൊളിയായിട്ട് തോന്നില്ല. കാര്യം ഇതിന് വിൻ നോയ്സ് ഉണ്ടാവും, ഇല്ലയെന്ന് പറയില്ല. കാര്യം ഇത് ഫുൾ പൊക്കി വെക്കുമ്പോൾ എന്തായാലും വിൻ നോയ്സും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ കിട്ടും. അപ്പോൾ വൈസർ നോക്കിയാലും നമുക്കിവിടെ 2 ഹോൾഡ് ഉണ്ട് വൈസർ പൊക്കാനായിട്ട്, അത്യാവശ്യം നല്ലതാണ്. നമുക്കിങ്ങനെ പൊക്കിയിട്ട് 1 2 3 സ്റ്റെപ്പ് ഉണ്ട് വൈസർ. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു പൊസിഷനിൽ വെക്കണമെങ്കിൽ അവിടെ ടൈറ്റായിട്ട് ഇരുന്നോളും, ഇങ്ങനെ ലൂസായി പോവില്ല. പിന്നെ ഇവിടെ കാണാം നമുക്ക് EC 22.05 സർട്ടിഫൈഡ് ആണ്. 1 ഇയർ ക്വാളിറ്റി ട്രസ്റ്റഡ്, 1 ഇയർ വാറണ്ടി ഉണ്ട്. പോളികാർബണേറ്റ് ഷെല്ലാണ് ഉപയോഗിച്ചേക്കണേ. പിന്നെ ആൻറ്റി സ്ക്രാച്ച് വൈസറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന്. അപ്പോൾ ബാക്കിലേക്ക് നോക്കാൻ പോയാൽ നമുക്ക് ഇവിടെ ഒരു വെന്റിലേഷൻ ഔട്ട് ഉണ്ട്, അതായത് എക്സോസ്റ്റ് എന്ന് വേണേൽ പറയാം, നമുക്ക് എയറെല്ലാം പുറത്തേക്ക് പോകാനായാലും. അപ്പോൾ ഇതാണ് ഇവിടെ നമുക്ക് ബിൽമോളുടെ ഒരു സർട്ടിഫിക്കേഷനും കാര്യങ്ങളും. പിന്നെ ഇവിടെ വെയിറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ EC 22.5ഉം 1650 ഗ്രാംസ് ±50 ഗ്രാംസ് ആണ് ഇതിൻ്റെ വെയിറ്റും വന്നേക്കണം. അപ്പോൾ ഇത് കുറച്ച് കളേഴ്സ് അവൈലബിൾ ആണ്, വളരെ കുറച്ച് കളേഴ്സേ ഉള്ളൂ. അങ്ങനെ അധികം കളർ സെലക്ഷൻസ് ഒന്നുമില്ല ഈ ഹെൽമെറ്റിന്, കുറച്ച് കളേഴ്സേ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് തുറന്നിട്ട് കാണിക്കാം. നമ്മുടെ ഇതാണ് മെക്കാനിസം. ഇവിടെ വന്നാണ് ലോക്കായി ഇരിക്കണേ. നമ്മുടെ ഈ മേളിലത്തെ ഭാഗം ഇവിടെ വന്നാണ് ലോക്കായിരിക്കണേ. നമുക്ക് ഫ്രണ്ടിൽ വൈസറൊക്കെ ഊരാട്ടോ. വൈസറിൻ്റെ മെക്കാനിസം ഇവിടെ ഇരിക്കണം. വൈസറോടെയാണ് മൂവ് ചെയ്യണത് ഫുള്ളായിട്ട്. അപ്പോൾ ആ ഭാഗം ഫ്രണ്ടിലത്തെ പോർഷൻ ഫുള്ളായിട്ട് മൂവ് ചെയ്യും. പിന്നെ നമുക്ക് സൺവൈസറിൻ്റെ മെക്കാനിസം ഇവിടെയാണ് കണ്ടോ. ഒരിക്കലും ഈ ഗ്ലാസ്സിന്മേൽ പിടിച്ച് പൊക്കാൻ ശ്രമിക്കരുത്. ഗ്ലാസ്സിന്മേൽ പിടിച്ചിങ്ങനെ പൊക്കണ ഒരു പരിപാടിയാണ്, അത് ഒരിക്കലും ഇങ്ങനത്തെ ഇതിൽ ചെയ്യരുത്. കാര്യം അത് ചെയ്താൽ ഇതിൻ്റെ അകത്തൊരു മെക്കാനിസം ഉണ്ട്, ആ മെക്കാനിസത്തിന് ഭയങ്കര ഡാമേജാണ്. അപ്പോൾ എപ്പോഴും ഏത് ഹെൽമെറ്റ് ആയാലും നിങ്ങൾക്ക് ഇവിടെ അതിൻ്റെ ഒരു സ്വിച്ച് അല്ലെങ്കിൽ ഫങ്ഷനിങ് സ്വിച്ച് ഉണ്ടാവും ഇവിടെ, അല്ലെങ്കിൽ ഒരു സ്ലൈഡർ ഉണ്ടാവും. ആ സ്ലൈഡർ ഉപയോഗിച്ച് മാത്രമേ നമ്മൾ സൺവൈസർ പൊക്കുകയും താത്തുകയും ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അത് ഭയങ്കര ഡാമേജ് ആവും ഇതിൻ്റെ ആ ഒരു മെക്കാനിസത്തിന്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ജസ്റ്റ് പാഡിങ് ഒന്ന് നോക്കിയേക്കാം. എന്തായാലും പാഡിങ് നിങ്ങൾക്ക് കാണാം, അത്യാവശ്യം ഇതും എന്താ പറയുക ആൻറ്റി ബാക്ടീരിയൽ എന്നല്ല, കൂടുതൽ എയർ ഫ്ലോ ഉണ്ടാക്കാൻ ടൈപ്പ് ഒരു പാഡിങ് തന്നെയാണ്. നിങ്ങൾക്കിവിടെ കാണാം അതിൻ്റെ ഒരു ടെക്സ്ചർ, കൂടുതൽ എയർ പാസേജും കൂടെ ഞാൻ പറഞ്ഞു എല്ലാ കുറേ ഓൾമോസ്റ്റ് ഇപ്പോൾ എനിക്കൊരു 10,000 അല്ലെങ്കിൽ ഒരു 7,000 8,000 റേഞ്ചിന് മേലുള്ള ഹെൽമെറ്റ്സിന് എല്ലാവർക്കും ഈ ആൻറ്റി മൈക്രോബൽ പാഡിങ് ആണ്. ആൻറ്റി മൈക്രോബൽ എന്നല്ല, കൂടുതൽ എയർ ഫ്ലോ നമുക്കുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വേർപ്പൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇതിൻ്റെ അകത്തേക്ക് കയറി ആ എയർ അടിച്ചത് പൊക്കോളും. അപ്പോൾ കൂടുതൽ എയർ ഫ്ലോ ഉണ്ടാവും, കൂടുതൽ കംഫർട്ടബിൾ ആയിരിക്കും ഇങ്ങനത്തെ ഒരു പാഡിങ് ഉള്ള ഹെൽമെറ്റ്സ് ആണെങ്കിൽ.
ഇതിൻ്റെ ലോക്കിംഗ് സിസ്റ്റം നോക്കാൻ പോയാൽ, ലോക്കിംഗ് മെക്കാനിസം നോക്കാൻ പോയാൽ, ഇപ്പോൾ നോർമൽ ഒരു ലോക്കാണ്, നമുക്ക് ഡീറിങ്ങോ കാര്യങ്ങളൊന്നുമില്ല, ഒരു നോർമൽ ലോക്കാണ് ഇതിന് കൊടുത്തേക്കുന്നത്, സേഫ്റ്റി ഫീച്ചർ എന്ന് പറയാൻ. പിന്നെ പാഡിംഗ് ഒക്കെ നോക്കാൻ പോയാൽ അത്യാവശ്യം നല്ല പാഡിങ്ങാണ്, നല്ല കുറേ പാഡിങ്, സത്യം പറഞ്ഞാൽ നല്ല കുഷൻഡാണ്, അത്യാവശ്യം നല്ല സോഫ്റ്റാണ്, അത്യാവശ്യം നല്ല രീതിയിൽ സോഫ്റ്റാണ് ഇതിൻ്റെ പാഡിങ്, നമുക്ക് നല്ല കംഫർട്ടബിൾ ആണ്. പാഡിങ് റിമൂവബിൾ ആണ്, നമുക്ക് സൈഡിലത്തെ പാഡിങ് നമുക്ക് ഊരാം, ചിക്ക് പാഡ് സിമ്പിളായിട്ട് നമുക്ക് ഊരിയെടുക്കാം. ഇതിലത്തെ പാഡിങ് ആയാലും നമുക്കിവിടെ സിമ്പിളായിട്ട് ഊരിയെടുക്കാം, ജസ്റ്റ് ഊരാനുള്ള. അപ്പോൾ പാഡിങ് ഒക്കെ നമുക്ക് അത്യാവശ്യം റിമൂവബിൾ ആയിട്ടുള്ളൊരു പാഡിങ് ആണ്, അങ്ങനെ ബുദ്ധിമുട്ടൊന്നും വരില്ല. പിന്നെ നമുക്ക് സ്പീക്കർ സിസ്റ്റം ലൈക്ക് എന്തെങ്കിലും ബ്ലൂടൂത്തോ ഫീച്ചേഴ്സ് എന്തെങ്കിലും വെക്കാനാണെങ്കിൽ നമുക്ക് സ്പീക്കർ വെക്കാനുള്ള ഹോൾസും അല്ലെങ്കിൽ ആ ഒരു സ്പേസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് കാണാം. ഇവിടെ കണ്ടോ, ഇവിടെ നമുക്ക് സ്പീക്കറും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാനുള്ള സിസ്റ്റം കൊടുത്തിട്ടുണ്ട്, ഹോൾഡ് ചെയ്യാനുള്ളൊരു സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്പീക്കറായാലും നമുക്കിവിടെ വെക്കാം, ബ്ലൂടൂത്ത് ഫെസിലിറ്റി, ബ്ലൂടൂത്ത് വല്ലതും ഫിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഫിക്സ് ചെയ്യണമെങ്കിൽ നമുക്ക് അതും ഫിക്സ് ചെയ്യാം. ഈ പോർഷനും റിമൂവബിളാണ്, അതായത് ഈ താഴെ നമ്മൾ കൂടുതലും താഴെ ടച്ച് ചെയ്യുന്ന ഒരു ഭാഗവും നമുക്ക് റിമൂവബിളാണ്, അതും നമുക്ക് റിമൂവ് ചെയ്ത് വാഷ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളൂ ഈ ഹെൽമെറ്റിൻ്റെ ആ ഒരു ക്ലോസർ ലുക്ക് എന്ന് പറയാൻ. ഞാനപ്പോൾ ജസ്റ്റ് ഈ ഹെൽമെറ്റിനെ ഒന്ന് നിങ്ങൾക്ക് വെച്ച് കാണിച്ചു തരാം. ഇത് ഓപ്പൺ ചെയ്യാൻ അറിയാം, ഇവിടെയാണ് ഞാൻ കാണിച്ചു തന്നു, ഈ സ്വിച്ച് ഇങ്ങനെ ഞെക്കുമ്പോഴാണ് നമുക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഓപ്പൺ ചെയ്ത് വെച്ചാൽ നമുക്ക് കുറച്ചും കൂടെ കംഫർട്ടബിളായിട്ട് വെക്കാൻ പറ്റും. ഇതാണ് ഹെൽമെറ്റ്, കണ്ടോ, ഇതാണ് ഇതിൻ്റെ. ഇപ്പോൾ സൈസ് സ്മോളാണ്, എനിക്ക് എം വേണം, എനിക്ക് അത്ര ഇത്തിരി ടൈറ്റാണ്, നമ്മുടെ ഹെഡിൻ്റെ ഭാഗം ടൈറ്റാണ്, ഇവിടെയൊന്നും കുഴപ്പമില്ല, ചിന്നിൻ്റെ ഭാഗത്തൊന്നും കുഴപ്പമൊന്നുമില്ല, ഹെഡ് അകത്തേക്ക് കുറച്ച് ടൈറ്റാണ്. അപ്പോൾ ഇതാണ് ഹെൽമെറ്റ്, നമുക്ക് നോർമൽ ഡീറിങ് അല്ല, നോർമൽ ഒരു ക്ലിപ്പാണ് തന്നെ. ജസ്റ്റ് താത്തി കാണിക്കാം, കണ്ടോ, ഇതാണ് ഹെൽമെറ്റിൻ്റെ ആ ഒരു ഷേപ്പ്. ഏകദേശം ബിൽമോളിൽ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ ഹെൽമെറ്റും ഇതേ ഷേപ്പ് തന്നെയാണ്. സൺവൈസർ ഉണ്ട്, കണ്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെൽമെറ്റ്, അത്യാവശ്യം കുഴപ്പമില്ല, എനിക്ക് അങ്ങനെ വെയിറ്റ് ഒന്നും ഫീൽ ചെയ്യണം കേട്ടോ. ഒരു 1600 grams വെച്ച് ഈ, അതായത് വെയിറ്റ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. എനിക്ക് അങ്ങനെ ഈ ബാക്ക് മാത്രം കൂടുതൽ വെയിറ്റ് തോന്നുന്നില്ല, വെയിറ്റ് അത്യാവശ്യം ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്ന ഒരു വെയിറ്റ് ആണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഭയങ്കര ഹെവി ആയിട്ടൊന്നും തോന്നില്ല ഈ ഹെൽമെറ്റ്. ഈ ഹെൽമെറ്റ് മെയിൻലി യൂസ് ചെയ്യണത് ടൂറിംഗ് പേർപ്പസ് ആണ്. കാര്യമുണ്ടോ, ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ പൊക്കി വെക്കാം ഹെൽമെറ്റ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കഴിക്കാനോ കുടിക്കാനായാലും നമുക്ക് എപ്പോഴും ഹെൽമെറ്റ് മൊത്തത്തിൽ കൊണ്ട ആവശ്യമില്ല. എനിക്കറിയാം ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ഹെൽമെറ്റ് ഊരി മാറ്റി വെക്കണത്. അപ്പോൾ ലോങ് റൈഡ്സ് അല്ലെങ്കിൽ ശരിക്കും ലോങ് ആയിട്ട് ട്രാവൽ ചെയ്യാനാണ്. അപ്പോൾ മല്ലു ട്രാവലറിനെ എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു, ഷാക്കിർ ഭായിനെ എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. അപ്പോൾ പുള്ളിയും ഉപയോഗിക്കുന്ന ഇതേപോലത്തെ ഒരു മോഡുലാർ ഹെൽമെറ്റാണ്. ഈ ബ്രാൻഡില്ല, വേറൊരു ബ്രാൻഡാണ്, ബട്ട് മോഡുലാർ ഹെൽമെറ്റാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് ലോങ് ട്രാവൽ ചെയ്യണ കുറേ പേര് ഉപയോഗിക്കുന്ന ഹെൽമെറ്റാണ് ഈ മോഡുലാർ ഹെൽമെറ്റ്. അവർക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്, നമുക്ക് എപ്പോഴും ഹെൽമെറ്റ് ഊരേണ്ട ആവശ്യം വരില്ല. നമുക്ക് എപ്പോഴും സിമ്പിളായിട്ട് തന്നെ ഹെൽമെറ്റ് ഊരി അല്ലെങ്കിൽ ഹെൽമെറ്റ് പൊക്കി നമുക്ക് സംസാരിക്കാനായാലും ഫുഡ് കഴിക്കാനായാലും നമുക്ക് സിമ്പിളായിട്ട് ഇത് ജസ്റ്റ് ഒന്ന് പൊക്കിയാൽ നമുക്കത് യൂസ് ചെയ്യാം. അതായത് നമ്മുടെ ഇന്ന് ബിൽമോളുടെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഉപയോഗിക്കണം. അപ്പോൾ നമുക്ക് ഇന്ന് ഹെൽമെറ്റ് പ്രൊവൈഡ് ചെയ്തേക്കുന്ന ഓട്ടോക്വീൻ കലൂരിൽ നിന്നാണ്, ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടുണ്ടാവും. അപ്പോൾ ഈ ഹെൽമെറ്റ്സ് എനിക്ക് തോന്നുന്നു സ്റ്റാർട്ട് ചെയ്യണ ബിൽമോളുടെ ഇതിപ്പോൾ കൺവേർട്ടബിൾ അല്ലെങ്കിൽ നമ്മുടെ മോഡുലാർ ഹെൽമെറ്റ് ആയതുകൊണ്ടാണ് ഇതിന് ഈ റേറ്റ്. സ്റ്റാർട്ട് ചെയ്യണത് എനിക്ക് തോന്നുന്നു 6500 7000 റേഞ്ചിലാണ് ബിൽമോൾ സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ അവർക്ക് അത്യാവശ്യം നല്ല ഫുൾ ഫേസ് ഹെൽമെറ്റ്സ് ഒക്കെ നല്ല ഗ്രാഫിക്സോടെ നല്ല അടിപൊളി ഹെൽമെറ്റ്സ് ബിൽമോളയ്ക്ക് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവരുടെ സൈറ്റിലേക്ക് പോയാൽ അല്ലെങ്കിൽ അവരുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് പോയാൽ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഷിപ്പിംഗ് ഓൾ ഓവർ ഇന്ത്യ, കറക്റ്റ് സൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു കൊടുത്താൽ നിങ്ങൾക്ക് ഷിപ്പിംഗ് ഉണ്ട്. അപ്പോൾ കേരളത്തിലായാലും ഇന്ത്യയിൽ എവിടെയായാലും നമുക്ക് ഷിപ്പിംഗ് അവൈലബിൾ ആണ്. അപ്പോൾ ഡോണ്ട് ഫർഗെറ്റ് ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് മൈ ചാനൽ, ബെല്ലൈക്കുണ്ട്, ബെല്ലൈക്ക് ഞെക്കുക. അടുത്ത വീഡിയോയിൽ ബെല്ല് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. സൈൻ ഓഫ് ചെയ്യണം. മറ്റാരും അല്ല, നിങ്ങൾ സ്വന്തം കൊച്ചി മച്ചാൻ. ബൈ. അടുത്തത് മിന്നണ ഹെൽമെറ്റ് ആട്ടോ, രാത്രിയൊക്കെ ജിൽ ജിൽന്നിരിക്കും.